നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഡോക്ടർ മോഹൻ വർഗീസ്. വളരെ രസകരമായ ചർച്ചകൾ കേരളത്തിൽ മുറുകുന്നു. അടുത്ത ഭരണം കേരളത്തിൻ്റെ നിയമസഭ കൈയടക്കുന്നത് UDF ആയിരിക്കുമെന്നും അപ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രി, ഈ വിഷയമാണ് കോൺഗ്രസിൽ ഇപ്പോൾ മുഖ്യ ചർച്ചയായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെയാണ് സാധാരണ മുഖ്യമന്ത്രിയായി പിന്നീട് അംഗീകരിക്കുക പാർലമെൻ്ററി പാർട്ടി, കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനായിരുന്നു നറുക്ക് വീഴേണ്ടത്. അപ്പോഴാണ് പുതിയൊരു ഫോർമുല മുന്നോട്ട് വെച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വിഭാഗം പുറത്തേക്ക് കുതിച്ചത്. പ്രതിപക്ഷ നേതാവിനാണ് നറുക്ക് വീഴുന്നതെങ്കിൽ ആദ്യവട്ടം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല തന്നെ ഇനി മുഖ്യമന്ത്രിയാകണം. ഇവിടെ പഴയ പ്രതിപക്ഷ നേതാവിനാണോ യോഗ്യത, അതോ പുതിയ പ്രതിപക്ഷ നേതാവിനാണോ? ഈ ചർച്ച മുറുകുന്നു. മറുവശത്ത് KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന് ഒരു വിശദമായ അഭിമുഖം നൽകിയിരുന്നു. അതിൽ KC തൻ്റെ ഉള്ളിലുള്ള മോഹം തുറന്നു പറഞ്ഞു. എന്തുകൊണ്ട് തനിക്ക് ആ പദവി ചേരുന്നില്ല എന്നതിനെക്കുറിച്ച് ചിലർ സംസാരിക്കുന്നു. ദില്ലിയിൽ നിന്ന് പറന്നിറങ്ങി മുഖ്യമന്ത്രി പദം തട്ടിയെടുക്കുന്ന ഒരു കഥാപാത്രത്തോടാണ് തന്നെ ഉപമിക്കുന്നത്. 48 വർഷം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന താൻ ഏത് പദവിക്കും യോഗ്യനാണ് എന്ന് KC വേണുഗോപാൽ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ KC വേണുഗോപാലും മുഖ്യമന്ത്രി ആ കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരത്തിന് പിന്നിലുണ്ട് എന്ന് വ്യക്തമായി. മറുവശത്ത് ഘടകകക്ഷി, അതിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുസ്ലിം ലീഗിന് കൂടുതൽ പ്രാധാന്യം കൈവരുമെന്നും മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം ടേം വ്യവസ്ഥയിൽ വേണമെന്നുമൊക്കെ ചില ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതിനു മുമ്പും ഇത്തരം ചില ആവശ്യങ്ങൾ ഉയർന്നു കേട്ടിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്ന് വലിയ മോഹമുണ്ട്. അറ്റ്ലീസ്റ്റ് കേരളത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയെങ്കിലും ആകണം എന്ന മോഹം അടങ്ങാത്തതാണ് അദ്ദേഹത്തിന്. ഇത്രയേറെ കാലം വ്യവസായ മന്ത്രിയായും മറ്റ് മന്ത്രിസ്ഥാനങ്ങളിലുമൊക്കെ കേരളത്തിൽ നിറഞ്ഞു നിന്ന കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് ഇനി ഒരൊറ്റ മോഹം മാത്രമേ ബാക്കിയുള്ളൂ, ആ മുഖ്യമന്ത്രി പദം. ഇനിയുമുണ്ട് മുഖ്യമന്ത്രി പദം മോഹിച്ച മറ്റു ചിലർ, ശശി തരൂരിനെ പോലെയുള്ളവർ. ഇവിടെ തെരഞ്ഞെടുപ്പ് ജയിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചല്ല, LDF സർക്കാരിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ പൊതുജനങ്ങളിൽ അവബോധം ഉയർത്തുന്നതിനെക്കുറിച്ചല്ല ചർച്ചകളും വിവാദങ്ങളുമൊക്കെ ഉയരുന്നത്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന തലത്തിലേക്കാണ്. അത്ര ഉറപ്പിക്കാറായോ UDF അടുത്ത തവണ അധികാരത്തിലെത്തുമെന്ന്? എന്താണ് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂപ്രകൃതി? സോയ്മോൻ, ഈ ഭൈമി കാമുകർ അനേകം, പക്ഷേ ഭൈമിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണോ ഇപ്പോൾ എന്നതാണ് ചോദ്യം. 1.5 വർഷം ബാക്കിയുണ്ട് കേരള സംസ്ഥാനം, 1.25 വർഷം ബാക്കിയുണ്ട്. ഇത്രയും മുൻപ് തന്നെ നിങ്ങളുടെ നാട്ടിൽ സേയിങ് ഉണ്ട്, ഏനാത്താറ് കിടക്കുന്നതിന് മുൻപ് വസ്ത്രമഴിച്ച് തലയിൽ കെട്ടേണ്ട ആവശ്യമുണ്ടോ? വളരെ മുൻപ് തന്നെ ആറ്റുതീരത്തെത്തുമ്പോൾ മതിയല്ലോ എന്ന ഒരു ചിന്ത. പക്ഷേ ആറ്റുതീരത്ത് എത്തിക്കഴിഞ്ഞ് ഇവിടെ അടിപൊട്ടും. അടിപൊട്ടുന്നതിന് മുമ്പ് ഇപ്പോൾ അടിവെച്ച് നീങ്ങുകയാണ്. അത് അടിവെക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ എക്കാലത്തും ഗ്രൂപ്പുകളുണ്ട്, അടിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 3 പേരുകൾ സജീവമായി വരികയാണ്. 2 പേരുകൾ പ്രകടമായും 1 പേര് കൺസെൻസസ് സ്ഥാനാർത്ഥിയായും. PD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്. ഇതെല്ലാം ഒരു റൈഡറുണ്ട് കേട്ടോ, പ്രൊവൈഡർ UDF കംസ് ടു പവർ. അതല്ല എങ്കിൽ ഈ ചർച്ച നള്ളിഫൈഡ് ആകും. UDF അധികാരത്തിൽ വരും, LDFനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന ആഴത്തിലുള്ള വികാരമുണ്ട്. അതെല്ലാം വോട്ടായി മാറും. അത് BJP എത്ര വോട്ട് പിടിച്ചാലും ശരി, UDFനെ ജയിച്ചു വരാൻ തക്ക 71-ലധികം സീറ്റുകൾ ഉണ്ടാകും എന്ന ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ ചർച്ച മുഴുവൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ പാർലമെൻ്ററി മര്യാദ അനുസരിച്ച് വെസ്റ്റ് മിനിസ്റ്റർ മാതൃകയിലുള്ള പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായത്തിൽ ആരാണോ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കേണ്ടത്. അതുമാത്രമല്ല, ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹമായിരിക്കും അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി. പക്ഷെ VD സതീശന് ഒരു കുറവെങ്കിലും ഉണ്ട്. ആ കുറവ് ഒരു ഭരണപരിചയത്തിൻ്റെ ഒരു കുറവാണ്. ഇത്രയും നേരം ദീർഘകാലം പറവൂരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 5 പ്രാവശ്യം നിയമസഭയിൽ എത്തിയെങ്കിൽ പോലും ഒരിക്കൽ പോലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. അകന്നകന്ന് പോയി, അലഭ്യലഭ്യശ്രീ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ കിട്ടിയില്ല എന്ന പരുവത്തിൽ താഴെ പോയി. അദ്ദേഹത്തിന് അങ്ങനെ നാടകീയമായിട്ടാണ് പെട്ടെന്ന് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്നത്. ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്ന ഒരു കസേര ഒരു പ്രത്യേക സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത് ലഭിച്ചില്ല, അത് VD സതീശൻ ലഭിച്ചു. അത് അദ്ദേഹം ആദ്യമൊക്കെ ഓണമാക്കി മാറ്റി.
എന്ന് പറഞ്ഞാൽ ഉഗ്രപ്രതാപിയായി നല്ല പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നല്ലൊരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം നിയമസഭയ്ക്കുള്ളിൽ പേരെടുത്തു. നിയമസഭയ്ക്കുള്ളിലല്ല പലപ്പോഴും കോൺഗ്രസിൻ്റെ പോരാട്ടങ്ങൾ നടക്കുന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം. നിയമസഭയ്ക്കുള്ളിൽ, മാധ്യമങ്ങൾക്ക് മുമ്പിൽ, അതിനും പുറമെ ജനഹൃദയത്തിൽ, തെരുവിൽ, ഈ തെരുവിലുള്ള പോരാട്ടങ്ങളിലും ഒരു വിഷയം ഏറ്റെടുത്ത് ഒരു ത്രെഡായി നെയ്ത് മുന്നേറി ഭരണപക്ഷത്തെ കൊമ്പ് കൊത്തിക്കുന്ന രീതിയിൽ, ഇപ്പോൾ സൗമ്യ വിഷയങ്ങളൊക്കെ ഇടതുപക്ഷം എടുത്തതുപോലെ, അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സരിതയെ ഇറക്കിയുള്ള ആ ഒരു പ്രകടനം പോലും പരിസമാപ്തിയിലെത്തിച്ച് നിർത്താൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞതുപോലെയുള്ള ഒരൊറ്റ വിഷയം, പല വിഷയങ്ങളും വീണ് കിട്ടിയെങ്കിലും ഒരൊറ്റ വിഷയം ഏറ്റെടുത്ത് ഭരണത്തിലെത്തിക്കാൻ തക്ക ഒരു വൈഭവം രമേശ് ചെന്നിത്തലയോ വി ഡി സതീശനോ കാട്ടുന്നില്ല. അവിടെയാണ് വി ഡി സതീശൻ്റെ ഒരു പോരായ്മ. അവിടെയാണ് കോൺഗ്രസിൻ്റെ സ്വതസിദ്ധമായ കോൺഗ്രസ് മെത്തേഡ് ഓഫ് സെലക്ടിങ് ദ ലീഡർ എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് പാർട്ടി മാത്രം വിചാരിച്ചാൽ പോരാ. കോൺഗ്രസ്സുകാർ സമ്മതിക്കില്ല. കാരണം അവർ പറയും, ഞങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ നേതാവിനെ തീരുമാനിക്കുന്നത്, ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കും, പക്ഷേ ആത്യന്തികമായി ഞങ്ങളുടെ തീരുമാനമാണ്. ശരിയാണ്. പക്ഷേ ജാതി മത വിഭാഗങ്ങളുടെ ഒരു വലിയ സോഷ്യൽ നെറ്റ്വർക്കിൻ്റെ ഗുഡ്വില്ല് കൂടി അനുഭവിക്കുന്ന ഒരാൾക്ക് മാത്രമേ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പറ്റൂ എന്ന് കെ കരുണാകരൻ്റെ സമയത്ത്, എ കെ ആന്റണി ഒരു പക്ഷേ അതിൽ നിന്ന് അപവാദമാണ്, ഉമ്മൻചാണ്ടി സമയത്ത് ഒക്കെയാണ്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിനുള്ള നറുക്ക് വീഴുമോ? അതിനുള്ള പോരാട്ടമാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിൽ വളരെ നേരത്തെ തന്നെ തുടങ്ങി വെച്ചത്. അതാണ് ഈ ചർച്ചയുടെ ഒരു പ്രത്യേകത. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കൾട്ട് ഇമേജ്, ഒരു കാലഘട്ടം മുഴുവൻ ഒരു വശത്ത് കരുണാകരൻ നിൽക്കുന്നു, മറുവശത്ത് എ കെ ആന്റണി നിൽക്കുന്നു, എ കെ ആന്റണിയുടെ തൊട്ടു പിന്നിൽ ഉമ്മൻചാണ്ടി എന്ന ഒരു മഹാ വടവൃക്ഷം നിൽക്കുന്നു. പിന്നീട് കാലഘട്ടം ഒന്ന് പറഞ്ഞപ്പോൾ എ കെ ആന്റണിയുടെ ആ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി കടന്നു വരുന്നു, എ കെ ആന്റണി ദില്ലിയിലേക്ക് പോകുന്നു. അപ്പോഴും മറുവശത്ത് കരുണാകരൻ എന്ന ഉഗ്രപ്രതാപി, രണ്ട് തുല്യ അല്ലെങ്കിൽ സമ തലങ്ങളിൽ നിൽക്കുന്ന രണ്ട് വലിയ കൾട്ടുകൾ, അവർക്ക് പിന്നിൽ വലിയൊരു സേനാ വിഭാഗം, യുവതുർക്കികൾ, ഇതൊക്കെ ഇവരെ ഒരു പോർക്കളത്തിൽ എന്നതുപോലെ അണിനിരത്തി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ചെല്ലുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസിലെ ഈ ഭിന്നതയൊക്കെ മറന്ന് ഭരണത്തിലേക്ക് വരുന്നു. അപ്പോഴും തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും പയറ്റുന്ന ഒരു ശൈലിയായിരുന്നു ഇതുവരെ കേരളം കണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുന്നവർ ദുർബലരാണ് എന്ന ചിന്ത അത് ജനങ്ങൾക്കിടയിൽ ശക്തമാണ്. മറുവശത്ത് വി ഡി സതീശൻ ചില യുവാക്കളെയൊക്കെ ചുറ്റും നിർത്തി ന്യൂജൻ എന്ന പേരിൽ ചില പരീക്ഷണങ്ങൾക്ക് മുതിർന്നിരുന്നു. അപ്പോൾ പാർട്ടിയിൽ നിന്ന് തഴയപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് രമേശ് ചെന്നിത്തല ചില മറുതന്ത്രങ്ങൾ പയറ്റി. വിശാൽ ഐ ഗ്രൂപ്പ്, ഒരു കാലഘട്ടത്തിൽ കേരളം നിറഞ്ഞു നിന്ന പഴയ കെ കരുണാകരൻ അനുയായികളെ ഒക്കെ ചേർത്ത് പിടിക്കുകയും ദുർബലരായ എ വിഭാഗത്തിലെ ആളുകളെ തനിക്കൊപ്പം അണിചേർക്കുകയും ഒക്കെ ചെയ്ത് രമേശ് ചെന്നിത്തല ചില തന്ത്രങ്ങൾ ഒരുക്കി. ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിന്ന ശശി തരൂർ പക്ഷേ ഇപ്പോൾ ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷനായി. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് കേരളത്തിൽ മാസ് ബേസ് ഇല്ല, കേരളത്തിൽ വലിയ തോതിൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടില്ലാത്ത കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ തൊട്ടടുത്ത അനുയായിയായി ദേശീയ രാഷ്ട്രീയത്തിൽ താനാണ് രണ്ടാമൻ എന്ന മട്ടിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ കാര്യങ്ങളും താൻ തന്നെ നിശ്ചയിക്കുമെന്ന ഭാവം, അതിനെ കുറച്ചൊക്കെ ഒരു വിനീത വിധേയരായി അംഗീകരിക്കുന്ന കേരളത്തിലെ ചില നേതാക്കൾ. അപ്പോൾ വളരെ ഒരു വിചിത്രമായ കാഴ്ചകളല്ലേ ഈ മൂന്ന് നേതാക്കളെയും നമ്മൾ കൃത്യം അനലൈസ് ചെയ്യുമ്പോൾ. ഈ മൂന്ന് നേതാക്കളിൽ ആര് വന്നാലും ജനങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? നേതൃദാരിദ്ര്യം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാമോ? ഞാൻ പക്ഷേ നേതൃധാരാളിത്തം എന്നാണ് കാണുന്നത്. ആളേറെ കൂടിയാൽ പാമ്പ് ചാകില്ല എന്ന പ്രമാണവും ഇവിടെ കറക്റ്റായി വരും. യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ശക്തരായ നേതാക്കളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് മാനേജേഴ്സിൻ്റെ കോർഡിനേഷനിൽ പ്രവർത്തിച്ച AI ഗ്രൂപ്പുകൾ. അതിനെ മധ്യത്തിലൂടെ AI ഗ്രൂപ്പിൻ്റെ ഒരു വിഭാഗം തിരുത്തൽവാദികളായി വന്ന ഒരു കാലഘട്ടം. അതൊക്കെ 80കളുടെ രാഷ്ട്രീയവും 90കളുടെ രാഷ്ട്രീയവുമാണ്. അതിനുശേഷം യഥാർത്ഥത്തിൽ കാലക്രമേണ ഗ്രൂപ്പ് പ്രസക്തി പോയി. കരുണാകരൻ കാലയവനിക്കുള്ളിൽ മറഞ്ഞു. എ കെ ആന്റണി ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അകന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ പുതിയ സമവാക്യങ്ങൾ വരികയാണ്. ഐ ഗ്രൂപ്പിൻ്റെ കുറച്ചു കാലം ഐ ഗ്രൂപ്പിൻ്റെ മാത്രം ഒരു നേതാവ്, ഐ ഗ്രൂപ്പിൻ്റെ നേതാവായി രമേശ് ചെന്നിത്തലയും എ ഗ്രൂപ്പിൻ്റെ നേതാവായി എ കെ ആന്റണിയും കുറേ കാലം, അതൊരു കഴിഞ്ഞ 10 പതിറ്റാണ്ട്. അതും കഴിഞ്ഞ്
21-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ദശകം അവസാനിക്കുമ്പോൾ കാണുന്ന ചിത്രം, അല്ലെങ്കിൽ ഈ 2025 ഒരു ചിത്രം എന്ന് പറയുമ്പം നോ ഗ്രൂപ്പ്, അബ്സല്യൂട്ട്ലി നോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ റീഗ്രൂപ്പ് ചെയ്യുന്നതിൻ്റെ പേറ്റുനോവിൻ്റെ ഒരു അവസരമാണ്. അങ്ങനെയെങ്കിൽ കരുണാകരനോളം, AK ആന്റണിയോളം, ഉമ്മൻചാണ്ടിയോളം തലയെടുപ്പുള്ള നേതാക്കൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ ആ ഒരു സ്റ്റേച്ചറുള്ള ഒരാളെ പോലും കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ കാണാനില്ല എന്നതാണ് വാസ്തവം. പക്ഷേ ഇവിടെ 3 പേരുകൾ ഇവിടെ പ്രസക്തമായി വരുന്നു. KPCC പ്രസിഡന്റ് സുധാകരനെ ഒരുപക്ഷെ റിട്ടയർമെന്റ് ആനുകൂല്യം നൽകി മാറ്റി നിർത്താം. അദ്ദേഹം ഈ ചക്കളത്തെ പോരാട്ടത്തിൽ, മുഖ്യമന്ത്രി പദത്തിനുള്ള പോരാട്ടത്തിൽ താനില്ല. തനിക്ക് KPCC പ്രസിഡന്റായി ഇരിക്കാവുന്നിടത്തോളം കാലം ഇരുന്ന് സ്വരം നല്ലപ്പോൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്താമെന്ന ചിന്തയിലാണ്. പിന്നെ അവശേഷിക്കുന്ന 3 പേരെന്ന് പറയുന്നത് 2 പേർ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും, പിന്നെ കേന്ദ്രത്തിൻ്റെ അനുഗ്രഹാശിസ്സുകളോടെ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങും എന്ന് ഏവരും കരുതുന്ന, ഒരുപാട് പേര് കരുതുന്ന KC വേണുഗോപാലും. ഇവിടെ തലപ്പൊക്കത്തിൽ ഇപ്പോഴത്തെ ഹയറാർക്കിയിൽ ശ്രീ KC വേണുഗോപാൽ തന്നെയാണ് 1-ാം സ്ഥാനത്ത്. അത് 2-ാം സ്ഥാനം എന്ന് സ്വയമൻ പറഞ്ഞതിനെ ഞാനൊന്ന് തിരുത്തുകയാണ്. അത് 1-ാം സ്ഥാനം തന്നെയാണ്. കാരണം ഇവിടെ രമേശ് ചെന്നിത്തലയാണ് സീനിയോറിറ്റി കൊണ്ട് 1-ാം സ്ഥാനം. ദേശീയ തലത്തിൽ 2-ാം സ്ഥാനം. ദേശീയ തലത്തിൽ 2-ാം സ്ഥാനം. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ 2-ാം സ്ഥാനം. അത് കറക്റ്റാണ്. അപ്പോൾ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് വരും. രാഹുൽ ഗാന്ധി കേരളത്തിന്റെ പട്ടികയിൽ നിന്ന് മാറ്റിയാൽ വയനാട്ടിൽ നിന്ന് മാറിയല്ലോ, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയാണ്. അപ്പോൾ ഇവിടെ ശ്രീ KC വേണുഗോപാൽ എന്ന ഒരു ശക്തി കേന്ദ്രം, അവഗണിക്കാനാവാത്ത ശക്തി കേന്ദ്രമാണ്. ഇവിടെ പോരാട്ടം മുറുകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് കോൺഗ്രസ് രാഷ്ട്രീയം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ്. അദ്ദേഹത്തിന് ന്യായമായ ഒരു അവസരം ലഭിച്ചതാണ്. അത് ഉപയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കോവിഡാണ് ഒരു കാരണം, മഹാമാരിയാണ് മറ്റൊരു കാരണം, വെള്ളപ്പൊക്കം, ദുരിതാശ്വാസം, കോവിഡ്, ഇതെല്ലാം കഴിഞ്ഞ് യഥാർത്ഥത്തിൽ തുടർഭരണം വന്നു. അപ്പം ചെന്നിത്തലയ്ക്ക് അവകാശപ്പെട്ടത് സീനിയോറിറ്റി അനുസരിച്ച് പോലും ചെന്നിത്തലയേക്കാൾ എത്രയോ ജൂനിയറാണ് VD സതീശൻ. ചെന്നിത്തലയേക്കാൾ അനുഭവ സമ്പത്തിൽ എത്ര കുറവുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന മുഖമാണ് ചെന്നിത്തലയുടെ. അല്ല, ചെന്നിത്തല ഗ്രൂപ്പ് ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2.5 വർഷം ചെന്നിത്തലയ്ക്കും 2.5 വർഷം VD സതീശനും. പക്ഷെ ഒരു ഫോർമുലയോടൊന്നും ഒരു ഫോർമുലയ്ക്ക് അംഗീകാരം കൊടുക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല. എക്കാലത്തും കോൺഗ്രസിൽ ഇങ്ങനെ ഫോർമുലകൾ വരും, അത് തെറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരെ ഏർലി ഒരു സ്റ്റേജ് ആണ്. ജനങ്ങൾക്കിടയിൽ കാര്യമായ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഒരു വേരോട്ടമുള്ള നേതാവ് തന്നെയാണ് രമേശ് ചെന്നിത്തല. മറ്റ് ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ എന്താവും സ്ഥിതി എന്നറിയില്ല. ഈ ശരാശരി കോൺഗ്രസ്സുകാരൻ VD സതീശനെയും അംഗീകരിക്കുന്നുണ്ട്. ശരാശരി കോൺഗ്രസ്സുകാർക്ക് തീരെ നിരാശയല്ല VD സതീശൻ നൽകുന്നത്. ചെന്നിത്തല നൽകിയതിനോടൊപ്പം തന്നെ ആവേശം നൽകാൻ VD സതീശൻ്റെ പ്രസംഗങ്ങൾക്ക് കടന്നാക്രമിക്കുന്ന, ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന, നല്ലപോലെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ് VD സതീശൻ. മത്സരം ആരോഗ്യകരമല്ലെങ്കിൽ ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF ഒരു മുതലെടുപ്പിനുള്ള അവസരമായി മാറില്ലേ? ഇവിടെ ഒരു റാഡിക്കൽ ഷിഫ്റ്റ്. ഇവിടെ ഇവർ തമ്മിലുള്ള മത്സരം മാത്രമല്ല, ഇവിടുത്തെ ലാർജസ്റ്റ് കമ്മ്യൂണിറ്റി ഈസ് ഈഴവ കമ്മ്യൂണിറ്റി. 27% വോട്ടുള്ള ഈഴവ കമ്മ്യൂണിറ്റിയുടെ ഒരു സിംഹഭാഗവും ചരിത്രപരമായി LDFനെ പിന്തുണച്ച ഒരു വിഭാഗമാണ്. അതിൽ നിന്നും ഒരു ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നു ഈ അടുത്ത കാലത്ത്. അത് BJPയിലേക്കാണ് പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, ആലപ്പുഴ മണ്ഡലങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുമ്പോൾ ചില തന്ത്രങ്ങൾ മറുവശത്ത് ഇപ്പോൾ ഒരുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയുടെ ചില പ്രതികരണങ്ങൾ. BDJS LDF ക്യാമ്പിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ശക്തമാകുന്നുണ്ട്. വെള്ളാപ്പള്ളി വളരെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു, കോൺഗ്രസ് തങ്ങളോട് നെറുകേട് കാട്ടി ഈഴവ സമുദായത്തോട്. കോൺഗ്രസിന്റെ നേതൃസ്ഥാനങ്ങളിലൊന്നും ഈഴവർക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈഴവരെ സംബന്ധിച്ച് CPM തന്നെയാണ് ഏറ്റവും നല്ല അഭയകേന്ദ്രം. ഇപ്പോഴും LDF വിശ്വസിക്കുന്നത്, CPM വിശ്വസിക്കുന്നത് അവർക്ക് കേരളത്തിലെ നിയമസഭാ സീറ്റുകളിൽ ഒരു 40 എണ്ണം ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നാണ്. 40 എണ്ണം കഴിഞ്ഞാൽ ഒരു 30 സീറ്റുകളിലധികം വളരെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ആ സീറ്റുകൾ കൂടി നേടിയെടുത്താൽ ഒരു തുടർഭരണം കൂടി 3-ാം വട്ടവും. അങ്ങനെയെങ്കിൽ അതൊരു മഹാ അത്ഭുതമായേക്കും. ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 40 സീറ്റുകൾ എന്നത് ഒരുപക്ഷെ നിറം പിടിപ്പിച്ചൊരു കഥയാകാനാണ് സാധ്യത. കാരണം കേരളത്തിൽ അങ്ങനെ കൃത്യമായി CPM ജയിച്ചു വരുന്ന ഒരു 40 സീറ്റുകൾ എണ്ണിക്കാണിക്കാനില്ല. ഡീലിമിറ്റേഷൻ ശേഷം ആ ഒരു ഓപ്റ്റിമിസ്റ്റിക് പിക്ചറാണ്. പക്ഷേ 4 സീറ്റ് പോലും കൃത്യമായി കോൺഗ്രസ് കൃത്യമായി ജയിച്ചു വരുമെന്ന് പറയാനുള്ള സീറ്റുകളില്ല. അതെ, അതാണ് ഒരു വശത്ത് LDFന്റെ പ്രധാന കക്ഷിയായ CPMന് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അത് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും കോഴിക്കോടും ഒക്കെയുള്ള സീറ്റുകളാണ്.
പക്ഷേ മധ്യതിരുവിതാംകൂറിലും തെക്ക് ഭാഗത്ത് പോലും ഉള്ള സീറ്റുകളിൽ CPM-ന് ജയിച്ചു വരാൻ കഴിയുന്നത് പലപ്പോഴും മറ്റ് ചില ഫാക്ടേഴ്സാണ്. ആ ഫാക്ടേഴ്സ് എല്ലാ കാലത്തും ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല. ഉദാഹരണത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ സെഗ്മെന്റ് തിരിച്ചുള്ള കണക്കിൽ 127 സെഗ്മെന്റിൽ UDF സ്ഥാനാർത്ഥികളാണ് ലീഡ് ചെയ്തത്. അപ്പോൾ എത്രയാണ്? കേവലം ചെറിയൊരു നമ്പർ 123 അപ്പോൾ 17 സീറ്റിലോ മറ്റും മാത്രമാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ കൃത്യമായി ഏത് ഘട്ടത്തിലും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭേദമന്യേ ഇത്ര 40 നിയമസഭാ സെഗ്മെന്റുകൾ CPM-ന് മാത്രമുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരിയാവില്ല. BJP-യും കേരളത്തിൽ നമുക്ക് അങ്ങനെ തഴയാൻ കഴിയില്ല. BJP-യെ തടയാൻ കഴിയില്ല. 9 സീറ്റിലെങ്കിലും BJP നിർണായക ശക്തിയാണ് കേരളത്തിൽ. അതുകൊണ്ട് 19 സീറ്റുകളോളം either ഒന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ BJP നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത്. അങ്ങനെയെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഫീൽ ഉണ്ടാക്കാൻ കഴിയും. അതിൽ പൊഴിയുന്ന വോട്ടുകളുടെ സിംഹഭാഗവും CPM-ൻ്റെയും LDF-ൻ്റെയും വോട്ടുകളാണ് എങ്കിൽ UDF-ന് കാര്യങ്ങൾ എളുപ്പമാകും. കോൺഗ്രസിൻ്റെ പ്രതീക്ഷയാണ് ഞാൻ ഈ പറയുന്നത്. കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷയാണത്. അങ്ങനെ സംഭവിക്കുമെന്ന് ഒരു വർഷം കഴിഞ്ഞ് അങ്ങനെ സംഭവിക്കുമെന്ന് തീർത്തു പറയാനാവില്ല. പക്ഷേ മുസ്ലിം ജനസാമാന്യത്തിൽ നിന്നും ചെറിയ തോതിലെങ്കിലും CPM മാറി നിൽക്കുന്നു എന്ന് ലേറ്റസ്റ്റ് വിവരങ്ങൾ, അതായത് ഗാസയോട് ഐക്യദാർഢ്യം, പലസ്തീൻ കോസിനോടുള്ള ഐക്യദാർഢ്യം, ഒരു മുസ്ലിം അനുകൂല ഒരു മലബാറിൽ ഉൾപ്പെടെയുള്ള ഒരു ഫീൽ ഗുഡ് ഫാക്ടറാണ് പിണറായി 2 ഇതിനോടുള്ള ഫാക്ടറാണ്. പിണറായി വിജയൻ്റെ മരുമകൻ മന്ത്രിയായി റിയാസ് മന്ത്രി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉൾക്കൊള്ളലിൻ്റെ പാരസ്പര്യത്തിൻ്റെ ഒരു അന്തരീക്ഷം. ആ അന്തരീക്ഷം പെട്ടെന്നാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ച് ആ ഒരു സുഖകരമായ തീപ്പൊരിയെ കെടുത്തി കളഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു പരിധിവരെ മുസ്ലിം പ്രീണന നയം ആണ് ഈഴവ സമുദായത്തെ BJP-യുമായി അടുപ്പിച്ചത് എന്ന ഒരു തിരിച്ചറിവായിരിക്കാം വീണ്ടും ഈഴവ ഒരു പ്രീണനം എന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്നുള്ള ചർച്ചകളിൽ LDF-ൽ ഏറ്റവും ശക്തമായി ഉയർന്നു വന്നത് ഈ മുസ്ലിം പ്രീണനം ഹൈന്ദവ സമുദായത്തെ CPM-ൽ നിന്ന് അകറ്റി എന്ന വിലയിരുത്തലാണ്. അതാണ് വീണ്ടും ഹൈന്ദവ വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ തുടരാനുള്ള കാരണം. ഒരു റീകൺസിഡറേഷൻ CPM-നുള്ളിൽ ഇടതുപക്ഷത്ത് പൊതുവായി ഒരു അലൈൻമെന്റ് അല്ലെങ്കിൽ റീകൺസിഡറേഷൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സ്റ്റാൻഡ്, ഒരു ലാർജർ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ കുറിച്ച് ഒരു പുനർവിചിന്തനം സംഭവിച്ചു. ആ പുനർവിചിന്തനം കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ തുടർ ഭരണം സാധ്യമാകും എന്നൊരു പ്രതീക്ഷ അവിടെയുമുണ്ട്. പിണറായി വിജയൻ ഭരണത്തിനെതിരെ ശക്തമായ വികാരം സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നുണ്ട്. മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒരു സജീവ ചർച്ചയിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ, ഈ ഭരണകൂടത്തിനെതിരെ കൃത്യമായ ആരോപണ ശരങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നില്ല. ഒരു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്താൻ പറ്റുന്ന ഒരൊറ്റ വിഷയം പോലും സജീവമായി നിലനിൽക്കുന്നില്ല. അതുതന്നെയാണ് ഇടതുപക്ഷം ചോദിക്കുന്നത്. പിണറായി വിജയനെ നിങ്ങൾ കാടടച്ച് കുറ്റം പറയുന്നു, അതല്ലാതെ ഈ സർക്കാരിന് അഴിമതി ഏതെങ്കിലും നിങ്ങൾക്ക് ഉന്നയിക്കാൻ, അത് കോടതിയിലെത്തിക്കാൻ, അതിൻ്റെ നിയമ നടപടികളിലേക്ക് അതിനെ കൊണ്ടുചെന്നെത്തിക്കാൻ ഏതിലാണ് കഴിഞ്ഞത്? വൂൾസ് ഹണ്ട് ഇൻ പാക്ക് എന്നാണ് പറയുക. ചെന്നായ്ക്കൾ കൂട്ടമായി ആക്രമിക്കും. ഇപ്പം കൂട്ടമായി ആക്രമിക്കുമ്പോൾ എത്ര ശക്തമായ ഒരു മൃഗത്തെയും വനത്തിൽ പരാജയപ്പെടുത്താൻ കഴിയും. ഈ ഒരു പാക്ക് ഇഫക്റ്റാണ് കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നത്. ഒറ്റയാൾ പോരാട്ടങ്ങൾ ഉണ്ട്. ഒരുപക്ഷെ ചില വ്യക്തികൾ, മാത്യു കുഴൽനാടൻ പോലെയുള്ള വ്യക്തികൾ ഏറ്റെടുക്കുന്ന ചില ഒറ്റപ്പെട്ട പോരാട്ടങ്ങൾ കൈയടിക്ക് വേണ്ടി മാത്രമാണ് ഔട്ട് ചെയ്തു പോവുകയാണ്. പിന്നെ പോരാളികളായി വരുന്നത് ആരാണ്? സ്വപ്ന സുരേഷ് പോരാളി അസ്തമിച്ചു പോയി. അതുപോലെ പിന്നെ വരുന്ന പോരാളി ഇതിന് പുറത്തുനിന്ന് LDF ക്യാമ്പിൽ നിന്ന് തന്നെ വന്ന കർണനായ ഒരു ആൾ അൻവർ എവിടെ പോയി? അൻവർ അസ്തമിച്ചു. UDF-ലേക്ക് ചേർന്ന് കഴിയുമ്പോൾ ആ ഒരു പോരാട്ടത്തിന്റെ ആ ഒരു നൈർമല്യമോ ആ പോരാട്ടത്തിന്റെ ഒരു യുക്തിഭദ്രതയോ നൈർമല്യമൊന്നുമില്ല. അൻവറാണ്. അപ്പോൾ ഇവിടെ എടുക്കുന്ന വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തിച്ചു നിൽക്കാൻ കൂട്ടമായി സംഘടിച്ച് ഭരണപക്ഷത്തെ ആക്രമിക്കുന്ന ഒരു പ്രതിപക്ഷത്തിന്റെ അഭാവം ഇവിടെ ശ്രദ്ധേയമാണ്. വളരെ തന്ത്രജ്ഞരായ CP ജോണിനെ പോലുള്ളവർ UDF ക്യാമ്പിലുണ്ട്. പക്ഷെ അവരെ ഒന്നും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. മറുവശത്ത് മുസ്ലിം ലീഗിന് അവരുടേതായ സ്വാർത്ഥത, താല്പര്യങ്ങൾ, മറ്റ് നിരവധി അജണ്ടകൾ, അത് ഏതെങ്കിലും വിധത്തിൽ UDF-ലൂടെ നടപ്പാക്കാൻ കഴിയുമോ എന്ന് അവർ തക്കം പാർത്തിരിക്കുന്നു. മറുവശത്ത് കേരള കോൺഗ്രസ് M ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ്, അതിൽ ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ UDF-ലുണ്ട്. പക്ഷെ ക്രൈസ്തവ സമുദായങ്ങളെ അത്ര കണ്ട് വിശ്വാസത്തിലെടുത്ത് ഒപ്പം നിർത്താൻ
UDF കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സാമുദായിക ഇക്വേഷനുകളാണ് ഒരു കാലഘട്ടം മുഴുവൻ UDF കരുത്തായിരുന്നത് എങ്കിൽ ആ സാമുദായിക ഇക്വേഷനുകളാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി UDF സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരിക്കൽ താക്കോൽ സ്ഥാനത്ത് തങ്ങൾ രമേശ് ചെന്നിത്തലയെ കാണുന്നു എന്ന് പറഞ്ഞ് സുകുമാരൻ നായർ പിന്നീട് രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറഞ്ഞു. ഒടുവിൽ സുകുമാരൻ നായരുടെ അടുക്കൽ ചെന്ന് സമസ്താപരാധം ഏറ്റു പറഞ്ഞ് രമേശ് ചെന്നിത്തലയെ വീണ്ടും ഇവൻ എൻ്റെ പ്രിയപുത്രനാണ് എന്ന് സുകുമാരൻ നായർ പറയുന്നു. മറുവശത്ത് VD സതീശൻ ആ പെരുന്നയിലെ പടി കയറാൻ താനില്ല എന്ന നിലപാട് തന്നെയാണ് ആ മുഖഭാവങ്ങളിൽ. അപ്പോൾ സാമുദായിക ഇക്വേഷനുകൾ ഇപ്പോഴും വളരെ ദുർഘടമായ ഘട്ടത്തിലല്ലേ? അതെ, തീർച്ചയായും. ന്യൂനപക്ഷ സമുദായങ്ങളും അതുപോലെ ഭൂരിപക്ഷ സമുദായത്തിലെ സമുദായ സംഘടനകളുടെയും എല്ലാം ഒരു ആശീർവാദം. ഇത് UDF സംവിധാനം അങ്ങനെയാണ്. LDF ഒരു കൈഡർ ബേസ് ഉണ്ട്, ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്. അവർക്ക് തീർച്ചയായും ഒരു എന്തെങ്കിലും ഉപകാരം ലഭിക്കുന്ന ഒരു കാലത്ത് ഉപകാര സ്മരണ വോട്ടായി മാറുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. ഇതൊന്നും തന്നെ UDF പ്രസക്തമല്ല. ഒരു വികാരം, UDF ഒരു വികാരം മാത്രമാണ്. കോൺഗ്രസ് ഒരു വികാരമാണ്. ഒരു പാർട്ടി എന്നതിനേക്കാൾ കോൺഗ്രസ് പാർട്ടി ഒരു വികാരമാണ്. ആ വികാരത്തിൻ്റെ ആവിഷ്കാരം ഒരു സോഫ്റ്റ് ടച്ച്, സോഫ്റ്റ് പെഡലിംഗ് ഓഫ് ദീസ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ആൻഡ് റിലീജിയസ് ഡിനോമിനേഷൻസ് ഇവരെല്ലാം ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുമായിരുന്ന വിഖ്യാതനായ ഒരാളാണ് ശ്രീ കെ കരുണാകരൻ. അപ്പോൾ കരുണാകരൻ്റെ കാലത്തിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു എഞ്ചിനീയറിംഗ് നടത്താൻ ഒരു പരിധിവരെ ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനുള്ള വൈഭവമുള്ള ഒരു സിംഗിൾ ആക്സെപ്റ്റബിൾ ലീഡർ ഇല്ലാതെ പോകുന്നു. ഗ്രൂപ്പുകൾ ഏതോ ആയിക്കോട്ടെ, വ്യക്തികൾക്ക് അതിനുള്ള അത് രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ VD സതീശനാകട്ടെ കഴിയാതെ പോകുന്നു. മറുവശത്ത് LDF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഗ്രൂപ്പ് ചെയ്ത് കഴിയുമ്പോൾ LDF മോഹം എന്താണ്? UDF സ്വന്തം ഭാരത്താൽ തന്നെ താഴെ പോകും. ഇപ്പോൾ എക്സ്പാൻഷൻ മോഡിലാണ്. മാണി കേരള കോൺഗ്രസിനെ, അതായത് ജോസ് കെ മാണിയെ ഉൾപ്പെടെ UDF അവസാന നിമിഷം കൊണ്ടുവരാനാകും. അങ്ങനെ കോട്ടയം ജില്ലയിൽ ഉൾപ്പെടെയുള്ള അടിത്തറ വ്യാപിപ്പിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ്. അതേസമയം മുന്നണിക്കുള്ളിൽ മുസ്ലിം ലീഗിൽ നിന്നും അപശബ്ദങ്ങളൊന്നും ഉയരുന്നില്ല എങ്കിലും കുഞ്ഞാലിക്കുട്ടിയുടെ പേര് ഒരു കൗതുകത്തിനെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു. അത് ഈ ഒരു പത്രപ്രവർത്തകൻ ഒരു ലൈറ്റ് വെയിനിൽ ചോദിക്കുകയാണ്, അപ്പോൾ എന്താണ് തനിക്കൊരു കുറവെന്നിട്ടാണ് രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള സീറ്റ് വ്യത്യാസം കേവലം 1-2 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ്. അത് ഭാവിയിൽ എങ്ങനെ ആയിരിക്കില്ല, ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് കൂടാൻ സാധ്യത. മുസ്ലിം ലീഗ് കടുത്ത വിലപേശൽ നടത്തുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി തീർച്ചയായും ഒരു മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രിയായി ഉണ്ടാകും എന്ന ഒരു തീരുമാനത്തിലേക്കും അനധിവിദൂരമായ ഭാവിയിൽ എത്താൻ സാധ്യതയുണ്ട്. അതൊക്കെ നമ്മുടെ ഈ കമ്മ്യൂണൽ ഇക്വേഷനുകളെ പിന്നെയും തകിടം മറിക്കും. ഇക്വേഷൻ എന്ന് പറയുന്നത് UDF ജയിച്ചു വരാൻ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. സമുദായ സംഘടനകളെ എല്ലാം തന്നെ, പ്രത്യേകിച്ച് SNDP ഒഴിച്ചുള്ള മറ്റെല്ലാ സമുദായ സംഘടനകളെ കൂടുതൽ പ്രാധാന്യം കൈവരുന്നു എന്ന് കണ്ടാൽ മറുവശത്ത് ഹൈന്ദവ വോട്ടുകൾ വീണ്ടും UDF നിന്ന് കുറച്ച് ചോരാനുള്ള അത് പക്ഷേ ഇവിടെ മറ്റൊരു നറേറ്റീവിനോട് സമാന്തരമായി ക്രൈസ്തവ മുസ്ലിം ഏകോപനം ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന സമയമാണിത്. ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലെങ്കിലും പ്രാധാന്യം കൈവരുന്നു എന്ന് കാണുമ്പോൾ ഇപ്പുറത്ത് ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു നേതാവ്, പണ്ട് കെ.എം. പോലുള്ളവർ, കെ.എം. കുഞ്ഞാലിക്കുട്ടി, ഒരു വല്ലാത്ത കോമ്പിനേഷനാണ്. ഇപ്പൊ അതൊന്നും ഇല്ലാതിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പൊതുവെ മധ്യ തിരുവിതാംകൂറിലെ, പ്രത്യേകിച്ച് കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, ഇടുക്കി ജില്ല, കൊല്ലം ജില്ല വടക്ക് ഭാഗങ്ങൾ, ഈ ഭാഗങ്ങളൊക്കെ ഒരു ക്രൈസ്തവ സാന്നിധ്യമുള്ള പ്രദേശങ്ങളാണ്. അതുപോലെ പിന്നെ തീരദേശ മേഖലയിൽ ലത്തീൻ കത്തോലിക്ക സാന്നിധ്യം, ഇതെല്ലാം തന്നെ UDF വലിയ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളുള്ളതിൽ 5 സീറ്റും LDF. അപ്പോൾ അത് UDF കോട്ടകളെന്ന് കരുതുന്ന ചില പ്രദേശങ്ങൾ യഥാർത്ഥത്തിൽ ഇന്ന് LDF തട്ടകങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സമുദായം മാറി ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ UDF cannot take things for granted when it comes to Christian vote. അത് പല ഡിനോമിനേഷൻസായി മാറി നിൽക്കുകയാണ്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം, ആ തർക്കത്തിൽ മാറിയും തിരിഞ്ഞുമൊക്കെ മുഖ്യമന്ത്രി നിലപാടുകൾ എടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെയും ഓർത്തഡോക്സുകാരും യാക്കോബക്കാരും ഒരേ മുന്നണിക്ക് എപ്പോഴും കൃത്യമായി വോട്ട് ചെയ്തു കൊള്ളണമെന്നില്ല. ഇതെല്ലാം തന്നെ സങ്കീർണമായ സ്ഥിതിവിശേഷമാണ് UDF സൃഷ്ടിക്കുന്നത്. എന്ത് വന്നാലും LDF അത് അനുകൂലമായി വരികയും ചെയ്യാം. വളരെ സങ്കീർണമായ സാഹചര്യം. ആര് മുഖ്യമന്ത്രിയാകും എന്നതേക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ അതിൻ്റെ ഏറ്റവും ബാലിശമായ ഒരു ഘട്ടത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ചർച്ചകൾ ഒരു വിവാദമായി വളർന്നാൽ, അതൊരു പരസ്യപ്പോരിലേക്ക് കടന്നാൽ
വീണ്ടും LDFന് തുടർ ഭരണത്തിന് അത് കാരണമാകും എന്ന വാസ്തവം നമുക്ക് മുന്നിലുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.